നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിവെച്ച താളിയോലകളെ സംരക്ഷിക്കാൻ നടപടിയുമായി ഫോക്ലാൻഡ് പയ്യന്നൂർ. ഫോക്ലാൻഡ് 35ാം വാർഷിക പരിപാടിയുടെ ഭാഗമായി പൂന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ താളിയോല സംരക്ഷണ പരിപാടി സംഘടിപ്പിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിവച്ചതും അമൂല്യ വിജ്ഞാനം അടങ്ങിയതും ഇന്ന് വായിക്കാൻ അറിയാത്തതുമായ നാശോന്മുഖമായ താളിയോലകളെ സംരക്ഷിക്കാൻ ഫോക്ലാൻഡ് മുന്നിട്ടിറങ്ങുന്നു. ഫോക്ലാൻഡിന്റെ 35ാം വാർഷിക പരിപാടിയുടെ ഭാഗമായി പൂന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ താളിയോല സംരക്ഷണ പരിപാടി ആരംഭിച്ചു. താളിയോലകൾ ആദ്യം പുൽത്തൈലവും യൂക്കാലി തൈലവും ചേർത്ത് തുടച്ചു വൃത്തിയാക്കും. തുടർന്ന് സ്കാൻ ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്യുന്നതാണ് പരിപാടി. തികച്ചും സൗജന്യമായിട്ടാണ് ആവശ്യക്കാർക്ക് ഡിജിറ്റലൈസ് ചെയ്ത് നൽകുന്നത്. 2013-14 വർഷത്തിൽ 2,50,000-ഓളം താളിയോലകൾ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ പി ജയരാജൻ പറഞ്ഞു. അന്യം നിന്ന് പോകുന്ന അല്ലെങ്കിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറക്ക് അറിയാത്ത നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങൾ, ആ താളിയോല ഗ്രന്ഥങ്ങളിലുള്ള ഒരുപാട് വിജ്ഞാനം അടങ്ങിയിരിക്കുന്നതാണ്. പുരാണങ്ങളും അതുപോലെ ആയുർവേദം, ജ്യോതിഷം, നാട്ടറിവുകൾ, ഇങ്ങനെ ഒരുപാട് അടങ്ങിയിരിക്കുന്ന താളിയോലകൾ ഇന്നിപ്പോൾ പലപ്പോഴും അത് സൂക്ഷിപ്പുകാരൻ മരിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഒന്ന് വായിക്കാൻ അറിയാത്തവരുണ്ട്. പിന്നെ ഇത് രണ്ടാമത് വായിച്ചാൽ അത് അപകടമാണെന്ന് കരുതി ഇതിനെ ഒഴിവാക്കുന്നുണ്ട്. കത്തിച്ചിട്ടും പുഴയിലൊഴുക്കിയിട്ടും കടലൊഴുക്കിയിട്ടും ഒക്കെ കളയുന്ന നിരവധി താളി. ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വലിയ വിജ്ഞാനം, അതിനെ നമുക്കൊന്ന് പുറം തലമുറക്ക്, ഇനിയിപ്പോൾ വരുന്ന തലമുറക്ക് വായിക്കാനും അവർക്ക് അറിയാനും വേണ്ടിയിട്ട് ശേഖരിച്ചു വെക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിനകം പുറച്ചേരി കേശവതീരത്ത് വച്ച് 20,000 താളിയോലകൾ ഇപ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഹൈദരാബാദ് സ്വദേശി സായികുമാർ, നീലേശ്വരം സ്വദേശി അനീഷ രതീഷ്, ഏഴിലോട് സ്വദേശി രേഷ്മ രവീന്ദ്രൻ എന്നിവരാണ് ഫോക്ലാൻഡിനു വേണ്ടി ഈ പ്രവർത്തനം ഏറ്റെടുത്തു നിർവഹിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.